നമസ്കാരം. തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സിനിമാ തിയേറ്റർ പ്രേമികൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു തിയേറ്ററിന്റെ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. തിയേറ്റർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള ഖയാം തിയേറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഖയാം തിയേറ്ററിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ തിയേറ്ററിന്റെ വർക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിന്റെ വർക്ക് അപ്ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തിരൂരിന്റെ സിനിമാ തിയേറ്റർ ചരിത്രം ഇനി അങ്ങോട്ട് അറിയപ്പെടാൻ പോകുന്നത് ഖയാം തിയേറ്റർ റിനോവേഷന് മുൻപും റിനോവേഷന് ശേഷവും എന്ന തരത്തിലായിരിക്കും. ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ മാത്രം നിലനിർത്തിക്കൊണ്ട് A to Z കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഈ തിയേറ്റർ ഇത്രയധികം മാറ്റങ്ങളോടുകൂടി നമ്മുടെ കൈകളിലേക്ക് തരാൻ പോകുന്നത് നമ്മുടെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ മാജിക് ഫ്രെയിംസ് ഈ അടുത്ത് റിനോവേഷൻ കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ കോഴിക്കോട് അപ്സര ഭയങ്കര തരംഗമായിട്ട് മാറിയിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനും മുകളിൽ തരംഗമാകാൻ പോകുന്ന ഒരു തിയേറ്റർ ആയിട്ടാണ് നമ്മുടെ ഖയാം ഒരുങ്ങി വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും അപ്ഡേഷൻസും ഓരോന്നായിട്ട് കാണാം. അപ്പൊ ഇപ്പൊ നമ്മള് തിയേറ്ററിന്റെ ആ ഒരു പാർക്കിങ്ങിന്റെ അല്ലെങ്കിൽ എൻട്രൻസ് ഗേറ്റിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടെ പഴയ ആ ഒരു സിനിമാ പോസ്റ്റർ ഒട്ടിക്കുന്ന ആ ഒരു കോൺക്രീറ്റിലുള്ള ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിലനിർത്തുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ തിയേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പണ്ടത്തെ സ്ട്രക്ചർ അതേ രീതിയിൽ തന്നെ ഒരു കോട്ടയുടെ ഷേപ്പിലുള്ള സ്ട്രക്ചർ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ റിനോവേഷൻ ചെയ്യുന്നത്. പെയിന്റിങ്ങിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ വളരെ കാര്യമായിട്ടുള്ള മാജിക് ഫ്രെയിംസിന്റെ ഉൾപ്പെടെയുള്ള ബ്രാൻഡിങ്ങും വരാനായിട്ടുണ്ട്. ഇതിനു പുറമെ മറുവശത്തുള്ള ആ ഒരു പഴയ ക്യൂ നിൽക്കുന്ന മോഡലുള്ള ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട്. അതൊന്നും ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടുത്തെ കൂടുതൽ മാറ്റങ്ങൾ, അതായത് അകത്ത് എന്തൊക്കെയാണ് ടെക്നിക്കൽ അപ്ഡേഷൻസ് വരുന്നത്, അതുപോലെ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞു തരാം. നമ്മളെ ആ ഒരു പാർക്കിങ്ങിൽ നിന്ന് ഹാളിലേക്ക് കയറുന്ന ആ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ബോക്സ് ഓഫീസും വരാൻ പോകുന്നത്. അതായത് പഴയ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത ഭാഗത്ത് ഈ ഒരു ഭാഗം മൊത്തം റിനോവേഷൻ നടത്തി കൺവേർഷൻ നടത്തിയിട്ട് ഒരു ബോക്സ് ഓഫീസ് ആക്കിയിട്ട് മാറ്റും. ഖയാം തിയേറ്ററിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ഇപ്പൊ ഞാൻ ഈ കയറി നടന്നു വരുന്ന ഈ ഒരു റാമ്പ്. ഇതിവർ ഈ റാമ്പ് ഇതിലും മനോഹരമായിട്ട് തന്നെ നിലനിർത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കാർപ്പറ്റൊക്കെ ഇട്ട് അത്യധികം മനോഹരമായിട്ട് ഈ ഒരു റാമ്പിനെ നിലനിർത്തും. ഈ ഒരു റാമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ആ ഒരു ഇൻട്രോയും പറഞ്ഞത്. അപ്പൊ ഈ റാമ്പ് നമ്മൾ കയറി നേരെ ചെല്ലുന്നത് മുകളിലത്തെ ആ ഒരു ലോബി ഏരിയയിലേക്കാണ്. ഫസ്റ്റ് ക്ലാസിന്റെ ആ ഒരു ലോബിയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഈ ലോബിയൊക്കെ നല്ല ടൈൽസ് ഒക്കെ ഇട്ട് അതിമനോഹരമായിട്ട് മാറ്റങ്ങൾ വരും ഇവിടെ. അതിന് പുറമെ ഈ ഒരു ലോബിയിൽ ഒരു സർപ്രൈസിംഗ് ആയിട്ടൊരു സംഗതി ഇവർ ഒരുക്കുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള വലിയൊരു കഫ്റ്റീരിയ തന്നെ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അത് ഈ ഭാഗത്തൊരു L ഷേപ്പിലായിരിക്കും ആ ഒരു കഫ്റ്റീരിയ ഒരുങ്ങുന്നത്. പിന്നെ നമുക്ക് തിയേറ്ററിന്റെ ഹാളിലേക്ക് കയറാനുള്ള ഡോറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ആ പണ്ട് നമ്മൾ വന്നപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് ക്ലാസ് 90 റുപ്പീസ്, അതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റി 594, ഇതൊക്കെ ഇനി ഓർമ്മയാകും കേട്ടോ. കാരണം ഇവിടെയൊക്കെ പെയിന്റ് ചെയ്യും, പഴയതിനേക്കാളും സീറ്റിംഗിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ ടിക്കറ്റ് ചാർജിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പൊ അതെല്ലാം ഇനിയൊരു ഓർമ്മയായിട്ട് മാറും. പഴയ ഖയാം തിയേറ്ററിലെ വലിയൊരു അപര്യാപ്തതയായിരുന്നു വാഷ്റൂംസിന്റെ ഒരു പോരായ്മ. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് വലിയ വിശാലമായ ടോയ്ലറ്റ്സ് ഒക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഈ കാണുന്ന ഇതിനകത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു വാഷ്റൂംസ്, ജെന്റ്സിന്റെ വാഷ്റൂംസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസിന്റെ വാഷ്റൂംസ് ഈ തിയേറ്ററിന്റെ മറുവശത്തായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഹാളിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ ഹാളിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയറിന്റെ അല്ലെങ്കിൽ അക്വസ്റ്റിക്കിന്റെ വർക്കുകളൊക്കെ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട്. പഴയ ആ ഒരു ഖയാം തിയേറ്ററിന്റെ ഇന്റീരിയർ നിങ്ങൾ പലർക്കും ഓർമ്മയിലുണ്ടാവും. അതിനുള്ളിലുള്ള അക്വസ്റ്റിക് വർക്കുകൾ എന്ന് പറഞ്ഞാൽ പഴയ ചാക്കും ചകിരിയും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ പുറത്ത് ആ പുതിയ ഫ്രെയിം അടിച്ചിട്ട് ഏറ്റവും പുതിയ മോഡലുള്ള അക്വസ്റ്റിക് വർക്കുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു അക്വസ്റ്റിക് വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം അതിന് പുറത്ത് നല്ല ക്ലോത്ത് കൊണ്ടുള്ള മികച്ച ഇന്റീരിയർ കൂടി വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്ലോറിങ്ങിൽ പണ്ട് ഇവിടെ ഒരു ചെറിയ സ്ലോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ടൈപ്പ് എന്ന് പറയത്തക്ക രീതിയിലുള്ള വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏകദേശം ഒരു 1.5 അടിയോളം ആ ഒരു ഹൈറ്റിൽ നമ്മളിവിടെ ആ ഒരു സീറ്റുകൾ വെക്കാനായിട്ടുള്ള ആ ഒരു സ്ലോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിങ്ങും ഇവിടെ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഹാളിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഏകദേശം 550ഓളം പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. എല്ലാം നല്ല അടിപൊളി കപ്പ് ഹോൾഡറോട് കൂടിയിട്ടുള്ള പുഷ് ബാക്ക് സീറ്റുകളായിരിക്കും. ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ഓപ്പണിംഗ് സമയത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പണ്ട് ഖയാം തിയേറ്റർ തുടങ്ങിയ കാലത്ത് AC ആയിരുന്നെങ്കിലും പിന്നീട് ഇവര് നോൺ AC തിയേറ്റർ ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിന്
അകത്ത് ഭയങ്കര ചൂടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനും ഒരു പരിഹാരമായിരിക്കുകയാണ് പുതുക്കി വരുന്ന ആ ഒരു മാജിക് ഫ്രെയിംസ് ഖയാം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് എയർ കണ്ടീഷൻഡ് ആയിരിക്കും. ആ AC യൂണിറ്റും കാര്യങ്ങളും എല്ലാം പുറത്തും സൈഡിലായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്ക്രീനിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. സംഭവം ഇവിടെ കണ്ടൊരു പ്ലൈവുഡ് ഇങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആ പെയിന്റ് ചെയ്ത പോലെയുള്ള പ്ലൈവുഡ് പീസുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണക്കാനായിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പീസുകളൊക്കെയാണ് ഇനി ഇവിടെ ഈ ഒരു സ്ക്രീനിന്റെ സൈഡിലൊക്കെ അതുപോലെ ടോപ്പിലൊക്കെ മാസ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്ക്രീനിന്റെ വർക്കുകളും സ്റ്റേജിന്റെ വർക്കുകളും ഒക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി എംപ്ലോയീസ് ജോലിക്കാരൊക്കെ അതിന്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ റിനോവേഷൻ ടൈം തൊട്ടുള്ള എല്ലാവരുടെയും വലിയൊരു ഡൗട്ടായിരുന്നു ഇത് സ്പ്ലിറ്റ് ചെയ്ത് 2 or 3 സ്ക്രീനുകളാക്കുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സംശയം വേണ്ട. പഴയ ഖയാം അതിലും വലിയ പ്രൗഢിയിൽ സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഇവിടെയും ലഭിക്കും. ഏകദേശം 50 അടിക്ക് മുകളിൽ വീതിയുള്ള 25 അടിക്കടുത്ത് ഹൈറ്റ് ഉള്ള ഒരു വലിയ സിൽവർ സ്ക്രീനാണ് ഇവിടെ വരാൻ പോകുന്നത്. പഴയ സ്ക്രീനൊക്കെ ഇവിടെ അഴിച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിന്റെ പിന്നിലായിട്ടുള്ള പഴയ സ്റ്റേജ് സ്പീക്കറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്ക്രീൻ കെട്ടാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഇവിടെ ഒരു സ്കഫോൾഡിംഗ് വർക്കുകളും ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മുന്നിൽ നിന്നിട്ട് പിന്നോട്ടേക്ക് നോക്കുമ്പോൾ ഹാളിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ പഴയ ബാൽക്കണിയുടെ അവിടെ വർക്ക് നടക്കുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അകത്ത് ആ ഒരു പ്രൊജക്ഷൻ റൂമിന്റെ അകത്തും കാര്യമായിട്ട് വർക്കുകൾ നടക്കുന്ന കാണാൻ സാധിക്കും. അപ്പൊ അവിടുത്തെ കാര്യങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. പഴയ ഖയാം തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഖയാമായിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുന്നത് ഈ ഒരു ബാൽക്കണിക്കാണ് കേട്ടോ. അത്യാധുനികമായിട്ടുള്ള പ്രീമിയം സീറ്റുകളാണ് വരുന്നത്. ആ ഒരു സീറ്റുകളുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഈ ആ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേഡിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 2 അടിയോളം ഹൈറ്റിൽ അടിപൊളിയായിട്ടാണ് സ്റ്റേഡിയം ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സീറ്റുകളുടെ ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു ലുക്ക് ആണെങ്കിലും കാർപ്പറ്റ്സ് ആണെങ്കിലും അതുപോലെ ആ ഒരു അക്വസ്റ്റിക് വർക്കുകളാണെങ്കിലും ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ആയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പഴയ ബാൽക്കണി ഇവർ വീണ്ടും മോഡിഫിക്കേഷൻ ചെയ്തപ്പം മാക്സിമം ആളുകൾക്ക് സെൻറ്ററിലേക്ക് ഇരുന്ന് സിനിമ കാണുന്നതിനുള്ളൊരു സൗകര്യം എന്നുള്ള രീതിയിൽ ആ ഒരു സൈഡിലത്തെ ഇടവഴികളൊക്കെ ഏറ്റവും 2 എൻഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സ്പെക്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി പ്രൊജക്ഷൻ റൂമിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ പ്രൊജക്ഷൻ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ വരുന്നത് ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ സ്ക്രീൻ നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം 50 അടിക്ക് മുകളിൽ വീതിയുള്ള ഒരു സിൽവർ സ്ക്രീനാണ്. അത് ഹാർക്നെസിന്റെ ക്ലാരക്സ് എക്സസ് എന്ന മോഡൽ സ്ക്രീൻ ആയിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ആണ് ഇവിടെ വരുന്നത്. അറ്റ്മോസ് ചെയ്യുന്നത് നമ്മുടെ റഹ്മാൻ പട്ടാമ്പി സാറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലെ സ്പീക്കേഴ്സ് എല്ലാം വരുന്നത് 18 സൗണ്ട് ഇറ്റലിയുടെ സ്പീക്കറുകളാണ്. അതുപോലെ ഹാളിന്റെ ഉള്ളിൽ നമുക്ക് 4 സബ് വൂഫറുകൾ ഉണ്ടാവും. സ്റ്റേജിലെ സബ് വൂഫറുകളുടെ ഡീറ്റെയിൽസ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആംപ്ലിഫയറുകൾ വരുന്നത് സിമിറ്റ്സ് അതുപോലെ തന്നെ പ്രോ ഓഡിയോ ഈ 2 കമ്പനിയുടെയും ആംപ്ലിഫയറുകളാണ് ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ സൗണ്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളൊരു ഗംഭീര ട്രീറ്റ് തന്നെ ആയിരിക്കും ഖയാം തിയേറ്ററിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് ഉറപ്പ് പറയാൻ സാധിക്കും. കാരണം അത്രയധികം സ്പീക്കറുകൾ ഈ ഒരു ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഓവർഹെഡ് സ്പീക്കേഴ്സ് എല്ലാം ഇപ്പൊ പണി നടക്കുന്നതുകൊണ്ട് ഒരു കവർ ഇട്ടിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഏകദേശം 68ഓളം സ്പീക്കറുകൾ ഓവർഹെഡ് സ്പീക്കറും അതുപോലെ തന്നെ സറൗണ്ടിങ് സ്പീക്കറുകളുമായിട്ട് ഈ ഒരു ഹാളിന്റെ ഉള്ളിലുണ്ട്. ഇതിന് പുറമെ സ്റ്റേജ് സ്പീക്കറുകളും സബുകളും വരാനുണ്ട്. അപ്പൊ അങ്ങനെ ആകെ മൊത്തം നമുക്കൊരു സൗണ്ടിന്റെ ഗംഭീര ട്രീറ്റ് അല്ലെ ഈ ഒരു ഏരിയയിലെ ഏറ്റവും ബെറ്റർ സൗണ്ട് കിട്ടാൻ പോകുന്ന ഒരു തിയേറ്റർ ആയിട്ട് നമ്മുടെ ഈ ഒരു ഖയാം തിയേറ്റർ മാറുന്നതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തിയേറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പിൻഭാഗത്ത് അല്പം വീതി കൂടി മുൻവശത്തേക്ക് വരുമ്പോൾ അല്പം വീതി കുറഞ്ഞ പഴയൊരു ഒപ്പേറ തിയേറ്റേഴ്സിന്റെ ഒക്കെ ഒരു മോഡലാണ്. ഈ ഒരു ബാൽക്കണിക്ക് ഏകദേശം 73 അടിയോളം വീതി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് ഒരു ഹൗസ്ഫുൾ ഷോ ഇനി ഈ തിയേറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കാണുക എന്നുള്ളതാണ് നിങ്ങളെപ്പോലെ തന്നെ എന്റെയും വലിയൊരു ആഗ്രഹം. ബാൽക്കണി പ്രേമികൾക്ക് ഒരു ഗംഭീര ട്രീറ്റ് ആയിരിക്കും മാജിക് ഫ്രെയിംസ് ഖയാം തിയേറ്റർ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് തിയേറ്റർ വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിയേറ്ററിൽ ബാൽക്കണിയിൽ ഇരുന്നാണോ ഫസ്റ്റ് ക്ലാസ് ഇരുന്നാണോ സിനിമ കാണാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമന്റ് കൂടെ ചെയ്യൂ. അപ്പോൾ നമുക്ക് സാധാരണ മാജിക് ഫ്രെയിം തിയേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മാജിക് ഫ്രെയിം തിയേറ്റേഴ്സിന്റെ GM ആയിട്ടുള്ള ശ്രീ രാജേഷ് സെന്തിൽ സാറാണ് കൂടെ ഉണ്ടാവാറുള്ളത്. ഇന്നിപ്പോൾ ഓണത്തിന്റെയും മറ്റു തിരക്കുകളൊക്കെ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ കാര്യങ്ങളൊക്കെ
പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഖയാം തിയേറ്ററിന്റെ മേൽനോട്ടമൊക്കെ നടത്തുന്ന ശ്രീ റിയാസ് സാർ ഉണ്ട്. സാർ നമസ്കാരം. പഴയ ഖയാം തിയേറ്റർ, അതിൽ നിന്ന് ഈ ഒരു പുതിയൊരു ഖയാം തിയേറ്റർ മാജിക് ഫ്രെയിംസിന്റെ മേൽനോട്ടത്തിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്? ഇതിൽ അടിമുടി മാറ്റങ്ങളാണ്. മൊത്തത്തിൽ തന്നെ എല്ലാ ഈ സെഗ്മെൻറ്റിലും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ AC പുതിയ AC വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അക്കോസ്റ്റിക് വർക്ക് മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് ഒക്കെ റൈസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പേ തലമറങ്ങുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടിമുടി, ഒരു പുതിയ തിയേറ്ററിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള അടിമുടി മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് ആണ്, 4K ആണ്. പിന്നെ അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും, അത് ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ബാൽക്കണിയിലുള്ള സെഗ്മെൻറ്റിൽ നമ്മൾ മാക്സിമം പ്രീമിയം ആയിട്ട് ഒരു മൾട്ടിപ്ലക്സിൽ എങ്ങനെയാണ് ഒരു തിയേറ്ററിൻ്റെ അകത്തുണ്ടാവുക ആ രീതിയിലുള്ള സീറ്റുകളും കാർപ്പറ്റുകളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും AC ഒക്കെയാണ് നമ്മൾ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. അതെന്തായാലും മികച്ച തന്നെ ആവുമെന്നാണ് പ്രതീക്ഷ. പിന്നെ എന്നെ ഒരുപാട് ഇവരെ വീഡിയോ സഹായിച്ചിട്ടുണ്ട്. ഈ പഴയ ഖയാമിൻ്റെ എങ്ങനെയാണ് നോക്കിയിട്ട് കുറച്ച് എനിക്ക് പഠിക്കാനും അതൊക്കെ പലപ്പോഴും ഞാൻ നോക്കിയിട്ടാണ് ഇവരെ വീഡിയോ നോക്കിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ മൊത്തത്തിലൊരു മാറ്റം കംപ്ലീറ്റ് ടോട്ടൽ ഓൾ ഇൻ ഓൾ ഇത് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലെ പോർഷൻ മുതൽ കംപ്ലീറ്റ് ഈ തിയേറ്ററിൻ്റെ അകത്തും സീറ്റിങ്ങും ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഏകദേശം എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ഓപ്പണിങ്? ഒരു 20-25 ഡേയ്സിൻ്റെ അകത്ത് ഇത് ഓപ്പൺ ചെയ്യണം. അത് പൂജ ഹോളിഡേയ്സിൻ്റെ ഫസ്റ്റ് വീക്കിൽ ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നുള്ളത്. ഇത് നമ്മളെ ബാൽക്കണി ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്ക്രീൻ നമ്മൾ ഉള്ളതിനേക്കാളും ഒരു 2 സൈഡിലേക്കും ഒരു 1.5 അടി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഹൈറ്റിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഹാർട്ട്നെസ്സിൻ്റെ സ്ക്രീനാണ് വരാൻ പോകുന്നത്. പിന്നെ കംപ്ലീറ്റ് സ്പീക്കർ സിസ്റ്റം ഒക്കെ മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് അക്കോസ്റ്റിക്കിൻ്റെ എല്ലാം പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്താണെങ്കിലും ഏകദേശം ഒരു 550 സീറ്റ്സ് ഉണ്ടാവും. പിന്നെ മേലത്തെ ഒരു 200 സീറ്റ്സ് ഉണ്ടാവും. ഇത് 200 സീറ്റ്സിൻ്റെ ഈ ബാൽക്കണി ഒരു പക്ക പ്രീമിയം ലെവലായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ടോയ്ലറ്റ്സും അതൊക്കെ മൊത്തം എല്ലാം മാറ്റിയിട്ടുണ്ട്. എല്ലാം ഒരു എന്താ പറയുക, നമ്മളെ മൾട്ടിപ്ലക്സിൻ്റെ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മളെ കഫേ മാജിക് ഫ്രെയിംസ് നേരിട്ടാണ് നടത്തുന്നത്. ആ കഫേയും നമ്മൾ എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ല പ്രീമിയം കഫേ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അതിൽ ആരും തർക്കമില്ല. സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി പ്രൊജക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നല്ലൊരു പ്രീമിയം ലെവൽ തന്നെ തിരൂരുകാർക്ക് ഇരുന്ന് പ്രതീക്ഷിക്കാം. സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കർട്ടൻ റൈസർ, ഇതൊക്കെ കർട്ടൻ റൈസർ എല്ലാ തിയേറ്ററിലും സാധ്യതകൾ ഉണ്ടാവില്ല. ഈ തിയേറ്ററിന് വലിയ സാധ്യതകളുണ്ട്. മുമ്പേ കർട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കർട്ടൻ റൈസറിൻ്റെ കൂടെ വേറെ കുറച്ചും കൂടി ഗിമിക്സുകൾ ഈ തിയേറ്ററിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് പിന്നീട് പറയാം. ഇൻട്രോയിൽ പറഞ്ഞ സംഭവമുണ്ട്. ഇനി തിരൂരുകാരുടെ സിനിമാ തിയേറ്ററിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഖയാം തിയേറ്റർ റിനോവേഷന് മുൻപും റിനോവേഷന് ശേഷവും എന്നുള്ള രീതിയിലായിരിക്കുന്നു. അപ്പൊ സാർ പറഞ്ഞതെന്ന് മനസ്സിലായത് ഞങ്ങൾ ആ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം സത്യമാണെന്നാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഒരു 20-25 ദിവസത്തിനുള്ളിൽ പഴയ ഖയാം തിയേറ്റർ അടിമുടി മാറി മാജിക് ഫ്രെയിംസ് ഖയാമായിട്ട് തിരൂരുകാർക്ക് ഒരു സമ്മാനമായിട്ട് നമ്മുടെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് നൽകാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വലിയൊരു നന്ദി. താങ്ക് യു. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? സംഭവം ഉഷാറല്ലേ? എന്റെ ഒരു അറിവില് കേരളത്തിലൊരു സിംഗിൾ സ്ക്രീൻ നോൺ AC തിയേറ്റർ, അതും ഇത്രയും വലിയൊരു തിയേറ്റർ ഈ അടുത്തൊന്നും സ്പ്ലിറ്റ് ചെയ്യാതെ സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിട്ട് തന്നെ AC ആക്കി കൺവേർട്ട് ചെയ്ത് വന്നിട്ടില്ല. നേരത്തെ വന്നിട്ടുണ്ട്, നമ്മുടെ ഈ അടുത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ തിരൂരുകാർക്കെന്നല്ല, മലപ്പുറം ജില്ലക്കാർക്കെന്നല്ല, മലബാറുകാർക്ക് തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ സാറിന്റെയും അതുപോലെ തന്നെ മാജിക് ഫ്രെയിംസ് തിയേറ്റേഴ്സിനും വകയായിട്ടുള്ള ഒരു ഗംഭീര സമ്മാനമാണ് ശരിക്കും ഈ ഒരു ഖയാം തിയേറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ സിംഗിൾ സ്ക്രീൻ തിയേറ്ററിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു കിങ് സൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നു. അതും 4K ഡോൾബി അറ്റ്മോസ്, അതുപോലെ തന്നെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും, പ്രീമിയം രീതിയിലുള്ള ഒരു ബാൽക്കണി, അങ്ങനെ ആകെ മൊത്തം ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഖയാം തിയേറ്റർ മലബാറുകാർക്ക് നൽകാൻ പോവുക. അപ്പൊ എൻ്റെ ഈ പിന്നിൽ കാണുന്ന പഴയ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഇനി ഓർമ്മയാകും കേട്ടോ. കാലം മാറുന്നതിനനുസരിച്ച് അങ്ങനെയാണല്ലോ, മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഒത്തിരി പേര് ഈ ഒരു ഖയാം തിയേറ്ററിന്റെ അപ്ഡേറ്റ്സ് നമ്മളോട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള തിയേറ്ററിന്റെ ആ ഒരു വർക്ക്സിന്റെ അപ്ഡേറ്റ്സ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.